ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വനൂസ് വേൾഡ്. ഇന്ന് നമുക്കില്ലേ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കഴിക്കുന്നത് പൊറോട്ടൻ്റെ കൂടെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് 3/4 കിലോ ചിക്കൻ എടുക്കണം. ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതാ അടുപ്പ് കത്തിക്കാം. അപ്പോൾ ചുവട് കട്ടിയുള്ള ഏത് പാത്രമായാലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ഒഴിക്കാം. ഇനി ആ ചട്ടി ഒന്ന് ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടിത്തീരാറാവുമ്പോൾ നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഞാനിപ്പോൾ ഒരു 15ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 3 പച്ചമുളക് ചെറുതായിട്ട് നീളത്തിൽ കരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അരക്കാണ്ട് നമ്മളിതുപോലെ ചതച്ചെടുത്തിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, കടുക് അതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വളരെ നേർങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. വളരെ നേർങ്ങനെ നമ്മൾ മസാലയൊക്കെ കരിയില്ല ആ ഒരു രീതിയിൽ നേർങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് സവാള ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയും സവാളയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓരോ പൊടി ഇട്ട് കൊടുക്കുന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതായത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ഇഷ്ടമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പൗഡറാണ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ എല്ലാം ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മസാലയും ചിക്കനും കൂടി നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കണം കേട്ടോ. അപ്പം മൊത്തം ചിക്കൻ വേവുന്ന സമയം 20 മിനിറ്റാണ്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റിൻ്റെ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിലിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കണ്ട 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് കറി നന്നായിട്ടൊന്ന് കുറുകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയൊരു ഉപ്പ് കുറവേനു. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പം കഴിക്കുന്നത് പൊറോട്ടൻ്റെ കൂടെയാണ്. എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ കറി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.